അപ്പോൾ ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ SEOന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയില് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെർമിനോളജീസ് ആണ്. ഇത്രയല്ല, നമുക്കൊരു കിൻഡൽ ടെർമിനോളജീസ് നമുക്കിന്ന് പഠിക്കാനുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസിന്റെ SEO മൊഡ്യൂളിലെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഇതിന്റെ ഫസ്റ്റ് വീഡിയോസ് എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം അല്ലെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SEOന്റെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. കാരണം ഇത് പഠിച്ചാലാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കുറെ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം പേനയും പേപ്പറൊക്കെ എടുക്കുക. ഞാൻ ഈ ഓരോ വേർഡ് പറയുമ്പോഴും അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു മീനിങ് നിങ്ങൾ ഇതിന് കൊടുത്തിട്ട് നിങ്ങൾ അത് മനസ്സിൽ വെക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയും കൂടി കഴിഞ്ഞിട്ട് ഒരു അസൈൻമെന്റും കൂടി വരുന്നുണ്ട്. അപ്പോ വീഡിയോയിലേക്ക് കടക്കാം അല്ലെ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് SEO തന്നെ 2 തരം SEOs ഉണ്ട്. ഓൺ പേജ് SEOയും ഓഫ് പേജ് SEOയും. ഈ ഓൺ പേജ് SEO എന്ന് പറയുന്നത് നമ്മൾ പേജിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കും നമ്മുടെ അത് റിലേറ്റഡ് ആയിട്ട് വരുത്തുന്ന മാറ്റം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ത് മാറ്റങ്ങളാണെന്ന്? നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ പേജും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഓരോ പേജിനുള്ളിൽ തന്നെ വരുത്താം. അതിനകത്തുള്ള കണ്ടന്റ് കീവേഡിനനുസരിച്ച് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ 2-3 വേർഡുകൾ പറഞ്ഞു അല്ലെ. ഒപ്റ്റിമൈസേഷൻ പറഞ്ഞു, കീവേഡ് പറഞ്ഞു, അതിന്റെയൊക്കെ അർത്ഥം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ വരുത്തുന്നതിനാണ്, പേജിന്റെ ഉള്ളിൽ വരുത്തുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അപ്പൊ ഓഫ് പേജ് SEO എന്താണ്? ഓഫ് പേജ് SEO എന്ന് പറയുന്നത് ഒരു SEO അനലിസ്റ്റിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമില്ല. അതായത് ഇപ്പോ നമുക്ക് ഇതിനകത്തേക്കുള്ള ട്രാഫിക് പുറത്തുള്ള സോഴ്സസിൽ നിന്ന് കൂട്ടുന്നതിനെയാണ് നമ്മൾ ഓഫ് പേജ് SEO. അതായത് അത് ആ വെബ്സൈറ്റിന്റെ ഗുണം കൊണ്ട് ആളുകൾ വരുന്നതല്ല. നമ്മൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലെ മാർക്കറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് അങ്ങനെ കയറാൻ പറയുന്നു. അതല്ലെങ്കിൽ മറ്റ് പേജസിൽ നമ്മളെ ഫീച്ചർ ചെയ്തിട്ട് അവിടുന്ന് ആളുകൾ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 2 തരം SEO ടൈപ്പ്. ബാക്കി ടെർമിനോളജീസിലേക്ക് നോക്കാം അല്ലെ. സെർപ്പ് എന്നാണ് ഇതിനെ നമ്മൾ യൂഷ്വലി പറയുക. സെർപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് പേജ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്? അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 2000 മോഡൽ കൈനറ്റിക് ഹോണ്ട സെർച്ച് ചെയ്യാണ്. അപ്പൊ കൈനറ്റിക് ഹോണ്ട സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസീനോന്റെ ആഡ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ സ്പെസിഫിക് ആയിട്ട് 2000-ലുള്ള അല്ലെങ്കിൽ 2002-ൽ ഇറങ്ങിയിട്ടുള്ള ഹോണ്ട ആക്റ്റീവയാണ് ഞാൻ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് എനിക്ക് മെർസിഡസ് ബെൻസിന്റെ ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും കാണിച്ചു തന്നിട്ട് കാര്യമില്ല. അപ്പോ റെലവെന്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന് റെലവെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് പേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു, അതിന് സെർച്ച് എഞ്ചിൻ കൊടുക്കുന്ന റെസ്പോൺസ്, അതാണ് ബേസിക്കലി സെർച്ച്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കീവേഡ് ആണ്. SEO എന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് തന്നെ കീവേഡ് ആണ്. അപ്പോൾ കീവേഡ് അതായത് ഇതെന്ന് പറയുന്നത് പർട്ടിക്കുലർ വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞൊരു സെന്റൻസ് ആയിരിക്കും. ഒരു വലിയ സെന്റൻസ് അല്ല, ഒരു കുഞ്ഞു സെന്റൻസ്. അതിപ്പോ മീനിങ് ഉള്ള സെന്റൻസ് ഒന്നും അല്ല, സബ്ജക്റ്റും നൗണൊന്നും വേണമെന്നില്ല. അത് പക്ഷെ ആ സാധനമായിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അത് സെർച്ച് ചെയ്യുന്നു, ആ ഒരു സെർച്ച് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, 2002 കൈനറ്റിക് ഹോണ്ട ബൈ ഓൺലൈൻ സെക്കൻഡ് ഹാൻഡ് പ്രൈസ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു കീവേഡ് ആണ്. അത് ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്, ഞാൻ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ അതാണ് കീവേഡ്. അത് ഒരു വേർഡ് ആയിരിക്കണം തന്നെയില്ല, അത് എപ്പോഴും ഓർക്കുക. ഒരു വേർഡ് ആയിരിക്കണം തന്നെയില്ല, അതൊരു ചെറിയൊരു സെന്റൻസ് ആയിരിക്കും. പക്ഷെ അതിന് വലിയ അർത്ഥങ്ങളൊന്നും വേണമെന്നില്ല. അതാണ് ബേസിക്കലി കീവേഡ് എന്ന് പറയുന്നത്. അടുത്തത് ആൽഗരിതം. ആൽഗരിതം നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം സംസാരിക്കുമ്പോഴും മെറ്റയുടെ കാര്യം സംസാരിക്കുമ്പോഴും ഗൂഗിളിന്റെ കാര്യം സംസാരിക്കുമ്പോഴും ഒക്കെ റെലവെന്റ് ആണ്. പക്ഷെ എന്താണ് ഈ ആൽഗരിതം എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൽഗരിതം എന്ന് പറയുന്നത് നമ്മുടെ പീനൽ കോഡൊക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ IPC സെക്ഷൻ ഒക്കെ പോലെ സെറ്റ് ഓഫ് റൂൾ ആണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കാം. നിങ്ങൾ ഈ കീവേഡിന് കൈനറ്റിക് ഹോണ്ട ബൈ എന്ന് പറയുന്ന സാധനം ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആയാലും നിങ്ങൾ കീവേഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം സെർച്ച് ചെയ്യുന്ന യൂസറിന് നിങ്ങളുടെ പേജ് കാണിച്ചു കൊടുക്കാം. അതാണ് ആൽഗരിതം. അതൊരു സിസ്റ്റമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം തരാം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ആൽഗരിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ഓൺ ടു ക്രോളർ/സ്പൈഡർ. സ്പൈഡർ എന്ന് പറയുമ്പോൾ എട്ടുകാലിക്ക് ഞാൻ എന്താർത്താണ് തരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് നിങ്ങളൊരു ലൈബ്രറിയിൽ
ഒരു ലൈബ്രറി കാറ്റലോഗ് ആക്കി കണ്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ബേസിക്കലി അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ചെറിയ ബോക്സ്, ഇവിടെ ഒരു ചെറിയ ബോക്സ്, ഇതിനെ നമ്മൾ സീഡ് എന്ന് വിളിക്കും. ഈ സീഡിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിൽ കുറെ സൈറ്റുകളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സൈറ്റുകളിലൂടെ ഇങ്ങനെ എട്ടുകാലി പോകുന്ന പോലെ പോയിട്ട് അത് കൊടുത്തിരിക്കുന്ന സൈറ്റ് നോക്കും, അത് ചെക്ക് ചെയ്തിട്ട് അപ്പൊ ഈ സൈറ്റിൽ വേറൊരു സൈറ്റിനെ കുറിച്ച് സംസാരിക്കും. ആ സൈറ്റിലേക്ക് അങ്ങനെ ക്രോൾ ചെയ്ത് പോകുന്നതിനെയാണ് അതിന് ക്രോളർ അല്ലെങ്കിൽ സ്പൈഡർ എന്ന് സാധാരണ രീതിയിൽ വിളിക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ചെയ്യുന്നതിന്, അതായത് നമുക്ക് ഓരോ പേജും ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കണം അല്ലെ. ഇൻഡെക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലൈബ്രറി. നമ്മുടെ എല്ലാ വെബ്സൈറ്റിന്റെയും ഓരോരോ പേജ്, നമ്മൾ പറയല്ലേ 4 പേജ് വെബ്സൈറ്റ്, 6 പേജ് വെബ്സൈറ്റ്, 7 പേജ് വെബ്സൈറ്റ്, അങ്ങനെ ഓരോ വെബ്സൈറ്റും അതിലുള്ള ഡാറ്റയും അതിൻ്റെ അകത്ത് വരുന്ന ടൈറ്റിലും അതെല്ലാം കൂടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡാറ്റാബേസിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി അതാണ് ഇൻഡെക്സ്. അടുത്ത കാര്യത്തിലേക്ക് വരാം, റാങ്കിങ്. റാങ്ക് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാലം തൊട്ട് എന്താണോ കേൾക്കുന്നത് ആ സാധനം തന്നെയാണ്. പക്ഷെ SEOന്റെ റാങ്കിങ്ങിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പേജ് അനുസരിച്ച് സംസാരിക്കും. അതായത് ലൈക്ക് എനിക്ക് ഫസ്റ്റ് പേജ് റാങ്ക് ചെയ്യണം, എനിക്ക് സെക്കൻഡ് പേജിൽ റാങ്ക് ചെയ്യണം, എനിക്ക് തേർഡ് പേജിൽ റാങ്ക് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ റാങ്കിങ് എന്ന് വിളിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ പേജിലേക്ക് നിങ്ങളുടെ പേജിനെ ഉയർത്തി SEO ആയിട്ട് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഉയർത്തി കൊണ്ടുവന്ന് വെക്കുന്നതിനെയാണ് നമ്മൾ റാങ്കിങ് എന്ന് വിളിക്കുക. നമ്മൾ ഓൺ പേജ് ഓഫ് പേജ് SEOയും പറഞ്ഞു. ഇതിൽ രണ്ടിലും വരുന്ന ടെക്നിക്കൽ ടേംസും കൂടി നമുക്ക് നോക്കണം. ഇതാണ് ഓൺ പേജ് SEOന്റെ ടെക്നിക്കൽ ടേംസ്. നമ്മൾ പറയുമല്ലോ ആദ്യം നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ തടിക്കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ പോവാൻ. ബേസിക്കലി അത് തന്നെയാണ് ഈ ഓൺ പേജ് SEO എന്ന് പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ദൈവം ഈ പെണ്ണുപിള്ളക്ക് ഇങ്ങനെയൊക്കെയാണോ എക്സാമ്പിൾ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ബിക്കോസ് നമുക്ക് കാര്യങ്ങൾ തലയിലേക്ക് എങ്ങനെയാണോ, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണോ മനസ്സിലാവുന്നത് അതനുസരിച്ച് പഠിക്കാം. ഞാൻ പറയാലോ, ഞാൻ ഈ സാധനങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഇവിടേക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ നോട്ട് എടുത്ത് നോക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ള നോട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബേസിക്കലി എന്താണ് നമ്മളുടെ, അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ തടിക്കഷ്ണം എന്താണെന്ന് നോക്കാം. അതാണ് ഓൺ പേജ് SEO. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ പലരും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വെബ് പേജസ് ഒന്നും ആയിരിക്കില്ല ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഒരു 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് താഴെ അവര് വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ടൈറ്റിൽ ടാഗ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ SEOക്കാരന്റെ തലയിലാണ് വന്ന് വീഴുക അവസാനം. അത് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇസ് ടൈറ്റിൽ ടാഗ്? അപ്പം ടൈറ്റിൽ ടാഗ് എന്താണ്? ടൈറ്റിൽ ടാഗ് എന്ന് നമ്മൾ നോക്കണം അല്ലെ. ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റിന്റെ, ഇത് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഇതില് ഒരു മെയിൻ ടൈറ്റിൽ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ടൈറ്റിൽ ടാഗ്, അതായത് ഒരു മെയിൻ ഹെഡിങ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിയുടെ പേര് രാധാസ് സോപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ രാധാസ് സോപ്പ് ആയിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ടൈറ്റിൽ. ഇപ്പൊ രാധാസ് സോപ്പ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടൈറ്റിൽ ടാഗ്. ഇനി പിന്നെ H1 എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നതാണ് കേട്ടോ. ഈ H1, H2, H3 എന്ന് ഉണ്ടാവും. ഈ പേര് പറയുന്ന പോലെ തന്നെ, അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പം ഇവിടെ ഈ താഴെയായിട്ട് വേറൊരു ടൈറ്റിൽ ഉണ്ടാവും, ഇവിടെയായിട്ട് വേറൊരു ടൈറ്റിൽ ഉണ്ടാവും, ഇവിടെയായിട്ട് വേറൊരു ടൈറ്റിൽ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഓർഡറിൽ നമ്മൾ H2, H3, H4 എന്ന് വിളിക്കും. അത്രയാണ് നമ്മുടെ ടൈറ്റിൽ ടാഗ്. അപ്പം H3, H4 ഒക്കെ വരും. അതൊന്നും ഇനി പറയണ്ട. കീവേഡ് ഡെൻസിറ്റി അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെറ്റാ ടാഗ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മെറ്റാ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ മെറ്റയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ഇത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഇതില് നമ്മൾ ഈ ടൈറ്റിലിന് താഴേക്ക് സംസാരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ സോപ്പ് നിങ്ങൾ ഉപയോഗിക്കണം, എന്താണ് ആ സോപ്പിന്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഒരു സാധനത്തിനെ കുറിച്ച് ചിലപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾ വേർഡ് പ്രസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ, വേർഡ് പ്രസ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കാര്യങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. മെറ്റാ ടാഗ് ഉണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. വേർഡ് പ്രസ്സിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. വേർഡ് പ്രസ്സിന് മാത്രം, വേർഡ് പ്രസ്സിനായിട്ടില്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പല ലൈക്ക് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടാക്കാറുണ്ട്. ചിലർ ഈ തീമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇതിനകത്തൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ എലമെന്റർ എന്ന് പറയുന്ന ഒരു തീം മേടിക്കുന്ന ഒരു നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അത് നമ്മുടെ ഏത് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാലും ഇതൊക്കെ ഇതിൽ ലിസ്റ്റ് ആവില്ല. അതായത് ഇതിനകത്ത് പ്രോപ്പർലി കാണിക്കില്ല. അത് വായിക്കാനായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിന് സാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യാം, മെറ്റാ ടാഗും മെറ്റാ ഡിസ്ക്രിപ്ഷനും. അതായത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പേജിൽ എന്താണുള്ളത് അത് വളരെ സമ്മറൈസ്ഡ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന്
എന്ന് പറയാം. മെറ്റാ ടാഗ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ഉണ്ടല്ലോ, കീവേഡ്സ് നമുക്ക് എഴുതാനുള്ള അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. ഫോർ എക്സാമ്പിൾ, കേരള ആയുർവേദ ബെസ്റ്റ് ആയുർവേദിക് സോപ്പ് എന്ന് പറയുന്നത് ഒരു ആളുകൾ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ഒരു വാക്കാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്നതിനകത്തൊക്കെ രാധാസ് എന്തുകൊണ്ട് ബെസ്റ്റ് സോപ്പാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു കീവേഡ് യൂസ് ചെയ്യാമല്ലോ. സോ ബേസിക്കലി അതാണ് ഈ മെറ്റാ ടാഗും മെറ്റാ ഡിസ്ക്രിപ്ഷനും. ഇത് ലൈക്ക് HTML നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. അതിന്റെ ടെക്നിക്കൽ സാധനങ്ങളും ഇത് എങ്ങനെ ആഡ് ചെയ്യാം, അതിന്റെ പ്രാക്ടിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെറ്റാ ടാഗ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഇത്രയാണ് നമ്മളുടെ ഓൺ പേജിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി നോക്കാം. കീവേഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല, ഒരു ഫ്രേസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ നമ്മൾ ഏത് ഫോർമാറ്റിലുള്ള ഒരു കീവേഡ് നമ്മൾ നോക്കിയാൽ, ഏത് കീവേഡ് നമ്മൾ നോക്കിയാലും, ഇപ്പൊ നമ്മൾ കീവേഡ് പ്ലാനേഴ്സ് ആയിട്ട് ലൈക്ക് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഗൂഗിളിന്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള കീവേഡ് പ്ലാനർ ഉണ്ട്. പക്ഷെ നമ്മളത് ഈ ആഡ് റൺ ചെയ്യാണെന്ന് ഗൂഗിളിൽ തെറ്റിദ്ധരിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ടൂളാണ്. ചില കീവേഡ് പ്ലാനറിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ഗ്രേസ് പി ജോൺസ് എന്നുള്ളതാണ് എൻ്റെ പേര്. ഈ പേരിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രാക്കറ്റില് 250 എന്ന് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയിട്ടിരിക്കുന്നതാണ് കീവേഡ് ഡെൻസിറ്റി. എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഈ പേര് സെർച്ച് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഈ പേര് വരുന്നുണ്ട് എന്നുള്ളതും കീവേഡ് ഡെൻസിറ്റിയിൽ വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് കീവേഡ് വോളിയം. ഈ വോളിയം ഡെൻസിറ്റിയും ആൾക്കാർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ വ്യത്യാസം ഉണ്ട്, എന്നാലും ഇത്ര ആലോചിച്ചാൽ മതി. ഒരു സാധനം സെർച്ചിൽ കാണിക്കുന്നതാണ് ഡെൻസിറ്റി, വോളിയം എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുന്നതിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആ ഫ്രേസ് അല്ലെങ്കിൽ ആ പേര് നമ്മുടെ വെബ് പേജിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഇങ്ങനെ കീവേഡ് ഇപ്പം ഗ്രേസ് പി ജോൺസൺ എഴുതിയിട്ട് 250 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഈ 250 എന്ന് പറയുന്നത് കീവേഡ് ഡെൻസിറ്റി ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഡെൻസിറ്റി എന്ന് ടൈപ്പ് ചെയ്തിടാം. അയ്യോ, നമുക്ക് ഇതിനകത്ത് 2-3 വാക്കുകളും കൂടി നോക്കാനുണ്ട്. സോറി. കോണ്ടന്റ് റെലവൻസ്, ഇന്റേണൽ ലിങ്കിങ്ങും ഇമേജ് ഒപ്റ്റിമൈസേഷൻ. കണ്ടന്റ് റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാധാസ് സോപ്പിനെ ടാഗ് ചെയ്തിടുന്നു. അതായത് നമ്മൾ നേരത്തെ രാധാ സോപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലെ, അതായത് കേരള ആയുർവേദിക് സോപ്പ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. ഈ കേരള ആയുർവേദിക് സോപ്പ് എന്നുള്ളത് നമ്മൾ മെറ്റാ ടാഗ് കൊടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതാണ് കണ്ടന്റ് റെലവൻസ്. നിങ്ങൾ ഒരു ടാഗ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അല്ലെങ്കിൽ ടാഗ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ആലോചിക്കേണ്ടതാണ് നിങ്ങൾ എന്ത് സെർച്ച് ചെയ്തു, യൂസർ എന്ത് സെർച്ച് ചെയ്തതാണ് നിങ്ങളുടെ ഈ കണ്ടന്റ് വരേണ്ടത്. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ പറയാം. ആക്ച്വലി ഈ കേരള ആയുർവേദിക് സോപ്പ് ഇതിന് പറ്റുന്ന നല്ലൊരു ടാഗ് ലൈൻ അല്ല. ബിക്കോസ് എന്താന്ന് പറയോ, ഇതിന്റെ സെർച്ച് ഇന്റന്റ് എന്താണെന്ന് ആലോചിക്കാം. കേരള ആയുർവേദിക് സോപ്പ് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇതിന്റെ കൂടെ ബൈ ഓൺലൈൻ എന്ന് ചേർത്താൽ നമുക്ക് രാധാസ് കാണിക്കാം. കാരണം അതൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് രാധാസ് കാണിക്കാം. അതിൽ കൂടെ അവർക്ക് ആ സോപ്പ് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ കേരള ആയുർവേദിക് സോപ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഈ രാധാസിന്റെ പേജ് ടാഗ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആരത് ആലോചിച്ചില്ല അല്ലെ? അതാണ് കണ്ടന്റ് റെലവൻസിന്റെ ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ വെറുതെ കാർഡ് അടിച്ച് കുറെ കീവേഡ്സ് എഴുതി വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എക്സാക്ട്ലി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി കൂടി ഉണ്ടാവണം. ഈ കേരള ആയുർവേദിക് സോപ്പിന്റെ ഒപ്പം അവർ സെർച്ച് ചെയ്യുന്നത് ഹൗ ടു മേക്ക് ആണെങ്കിലോ അങ്ങനെ നിസ്സാരം അറിയില്ലേ. ഇതിനകത്ത് വേറെ കാര്യം കൂടി നമ്മൾ സംസാരിക്കേണ്ടതിരിക്കുന്നു. ഈ ഹൗ ടു മേക്ക്, അതുപോലെ തന്നെ വാട്ട്, വൈ, ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത് ലാർജ്ലി നമ്മൾ ഈ കണ്ടന്റ് റെലവെന്റ് ആയിട്ട് വരുന്നത് എന്താണെന്നറിയോ? ബ്ലോഗുകളാണ്, അല്ലെങ്കിൽ വിക്കി ഹൗ ആർട്ടിക്കിൾസ്, ക്വാറ, റെഡിറ്റ് പോലുള്ള സൈറ്റുകളാണ് കൂടുതലും കാണിക്കുക. അതാണ് ഈ കണ്ടന്റ് റെലവൻസ്. പക്ഷെ ഈ ബൈ നൗ, ഓൺലൈൻ, ഡിയർ മീ പോലുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇ-കൊമേഴ്സ് സൈറ്റിൽ ഫോക്കസ് ചെയ്യും. അതും കൂടി ആലോചിച്ച് വെക്കുക. അതാണ് കണ്ടന്റ് റെലവൻസിന്റെ ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ ഇന്റേണൽ ലിങ്കിങ്ങിലേക്ക് വരികയാണ്. അപ്പൊ ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ടോ? ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ഇന്റേണൽ ലിങ്കിങ് എന്താണെന്ന് നോക്കാം. ഇതൊരു ബ്ലോഗാണെന്ന് കരുതുക. ഇവിടെ നമ്മൾ രാധാ സോപ്പ് എന്തുകൊണ്ട് ഭയങ്കര സെറ്റപ്പ് ആവുന്നു പറയുന്നു. ഇതിൽ നമ്മൾ മെറ്റാ ടാഗ് ആഡ് ചെയ്യുന്നുണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം താഴെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബ്ലോഗ് ആഡ് ചെയ്യും. ഈ ബ്ലോഗ് വെറുതെ ഇങ്ങനെ നിൽക്കൂലല്ലോ, ഇതിനൊരു പ്രൈമറി സൈറ്റ് വേണം. ബ്ലോഗ് മാത്രമല്ല, ഇതൊരു ഇ-കൊമേഴ്സ് സൈറ്റിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൈമറി സൈറ്റ്, അതായത് radhas.com എന്ന് പറയുന്ന സൈറ്റിലാണ്
ഇതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യാം. അപ്പം radhas.com/blog. ഇത് radhas.com. ഇവിടെ നമ്മൾ രാധാസിന്റെ സോപ്പ് വിൽക്കുന്നു. ഇതാണ് രാധാസിന്റെ സോപ്പ് കേട്ടോ, ആരും ഏറ്റാന്ന് പറയരുത്. ഇത് രാധാസിന്റെ സോപ്പ്, നമ്മൾ രാധാസിന്റെ സോപ്പ് വിൽക്കുന്നു. രാധാസിന്റെ സോപ്പ് നമ്മൾ എവിടെയാണ് വിൽക്കുന്നത്? പക്ഷെ ആ ആൾ ആദ്യം വായിക്കുന്നത് ഈ ബ്ലോഗ് ആണെങ്കിൽ radhas/blog. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇന്റേണലി ലിങ്ക് ചെയ്യും. ആ സൈറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ സൈറ്റിന്റെ വേറൊരു പേജിലേക്ക് പോകാൻ നമ്മൾ ലിങ്ക് ചെയ്യുന്നതിനാണ് ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമേജ് ഒപ്റ്റിമൈസേഷനും കൂടി നോക്കാം. നമ്മൾ രാധാസ് സോപ്പിന്റെ ഒരു ഫോട്ടോ ഭയങ്കര HD ദൃശ്യ മികവോടുകൂടി നമ്മൾ എടുക്കുകയാണ്. പക്ഷെ ഇതിന് നമ്മൾ കറക്റ്റായിട്ടൊരു ടൈറ്റിൽ ഇട്ടിട്ടില്ല. ഈവൻ നമ്മൾ രാധാസിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും നമ്മൾ radhas.soap.jpg അല്ലെങ്കിൽ /png അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്താണെന്ന് സൈറ്റ് മാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കാനുള്ളത്. അപ്പം അതുപോലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ HD ഫോട്ടോസ് ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാൻ പാടില്ല. ഇത് സൈറ്റ് സ്ലോ ആണ്. അപ്പം നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. ഇത് എന്താണ് ഈ ഫോട്ടോ എന്നുള്ളത് നമ്മൾ ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ആളുകൾക്ക് വിഷ്വലി കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഓൾട്ട് ടെക്സ്റ്റ് വെച്ചിട്ട് അവർക്ക് അവരുടെ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് വായിക്കാനൊക്കെ സാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾട്ട് ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഇത് എന്താണ്, ഈ ഫോട്ടോ എന്താണ്, രാധാസിന്റെ ഒരു സോപ്പാണ്, ആ സോപ്പ് ആയുർവേദിക് സോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന്റെ താഴെ ഇത് കറക്റ്റായിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ ഫയൽ നെയിമും അതിന്റെ സൈസും ഒക്കെ നമ്മൾ നോക്കണം. അതൊക്കെ SEOന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുന്നതിനെയാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ബോറടിച്ച് തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഈ ടെക്നിക്കൽ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാതെ നിങ്ങൾക്ക് ഞാൻ പ്രാക്ടിക്കൽ ഭാഗങ്ങൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ബേസിക്സ് കറക്റ്റായിട്ട് കവർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഞാൻ ബോറടിപ്പിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഓഫ് പേജ് SEOയിലേക്കാണ്. ഓഫ് പേജ് SEO. അപ്പോൾ ഓഫ് പേജ് SEO ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് പേജ് SEO എന്ന് പറയുന്നത് എന്താ? ഓഫ് പേജ് SEO എന്ന് പറയുന്നത് നമ്മുടെ പേജിന് പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ പേജുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. വെബ്സൈറ്റ് രാധാസ് വെബ്സൈറ്റ് ഇവിടെ നിൽക്കുന്നു. രാധാസ് വെബ്സൈറ്റുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല. പക്ഷെ രാധാസിന്റെ ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അത് പറയാണ് നിങ്ങൾ 10 സോപ്പ് വാങ്ങിച്ചാൽ 10 സോപ്പും ഒരു കലണ്ടറും ഫ്രീ. അപ്പൊ ആളുകൾ അത് നോക്കിയിട്ട് നമ്മുടെ ഈ സൈറ്റിലേക്ക് വരും. ആ സൈറ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അതായത് പുറമെ, പേജിന്റെ പുറമെ നടക്കുന്ന കാര്യം. ഇതിൽ വരുന്ന ടെർമിനോളജീസ് നമുക്ക് നോക്കാം. നമ്പർ 1 ഇസ് ബാക്ക് ലിങ്ക്. പലരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ലിങ്ക് ബിൽഡിംഗ്. ഒക്കെ ലിങ്കുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. എന്നാലും ഞാൻ നെക്സ്റ്റ് ഇസ് ലിങ്ക് ഇക്വിറ്റി. ഇനി ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി. ഇതിൽ ചില കാര്യങ്ങൾ നമ്മുടെ പേജിന്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അത് നമ്മൾ പറയില്ല, നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ അത് നമുക്ക് അതിനുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ അതോറിറ്റി നമുക്ക് എനിക്ക് പേജിൽ എന്റെ ലിങ്ക് അതോറിറ്റി എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവകാശമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബാക്ക് ലിങ്ക് തുടങ്ങാം. അതായത് ഫോർ എക്സാമ്പിൾ രാധാസ് സോപ്പ് ഓൺലൈനിൽ കച്ചവടം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനോരമയില് ഒരു വാർത്ത വരാം. എന്നിട്ട് അവരതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് രാധാസ് സോപ്പ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ www.radhas.com പോയാൽ മതി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനത്തിനെയാണ് നമ്മൾ ബാക്ക് ലിങ്ക് എന്ന് വിളിക്കുക. നിങ്ങളുടെ സൈറ്റിനെ വേറൊരു സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാക്ക് ലിങ്ക് എന്ന് വിളിക്കുക. അടുത്തത് ലിങ്ക് ബിൽഡിംഗ്. ബേസിക്കലി നിങ്ങൾ ഈ ലിങ്കിലേക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു SEO സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിന്റെ അടുത്ത് പറയും, സാറേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ലിങ്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരു സാധനം ലിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ ടീമിനോട് പറഞ്ഞ് നമ്മൾ അതിനെ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയുക. ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളിപ്പം ഇപ്പൊ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ മനോരമയുടെ ഏജൻസിനെ നിങ്ങൾ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സാറേ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് SEOക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലയന്റിന്റെ അടുത്ത് സംസാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇതിനെ ബേസിക്കലി നമ്മൾ ആ ലിങ്ക് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വെർബ് ഫോം, അതായത് ബാക്ക് ലിങ്ക് ചെയ്തു, അല്ലെങ്കിൽ ബാക്ക് ലിങ്കിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ് നമ്മൾ ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയാം. ഇനി ലിങ്ക് ഇക്വിറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇത് ബേസിക്കലി ഒരു വാല്യൂ ആണ്. അതായത് ഇപ്പൊ മനോരമയിൽ വരുന്നതിന് വരെ അധികം ആളുകളൊന്നും കേൾക്കാത്ത ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ കാശ് കൊടുത്തിടാണെന്ന് വിചാരിക്കും, അതിന്റെ വാല്യൂ കുറവായിരിക്കും അല്ലേ.
അതിൻ്റെ ഒരു വാല്യൂ പ്രപ്പോസിഷൻ കുറവായിരിക്കും. ബിക്കോസ് അതിലേക്ക് ആളുകൾ വരുന്നത് കുറവാണ്, അതിൻ്റെ ക്രെഡിബിലിറ്റി കുറവാണ്. അപ്പോൾ അത് ബാക്ക് ലിങ്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് നമ്മൾ ബാക്ക് ലിങ്ക് ചെയ്യിപ്പിച്ചതാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയും. അതിനെയാണ് നമ്മൾ ബേസിക്കലി ലിങ്ക് ഇക്വിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനുള്ളത് 2 വാക്കുകളാണ്, ഡൊമൈൻ അതോറിറ്റി ആൻഡ് പേജ് അതോറിറ്റി. ഇത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ഡൊമൈൻ അതോറിറ്റി DA എന്നും പേജ് അതോറിറ്റിനെ PA എന്നും വിളിക്കും. അതവിടെ നിൽക്കട്ടെ. ഡൊമൈൻ അതോറിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ രാധാ സോപ്പിനെ ഫീച്ചർ ചെയ്തുകൊണ്ട് മനോരമയിലും ഒരു ന്യൂസ് വരുന്നു, ABCDW എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിലും ഒരു ന്യൂസ് വരുന്നു. പക്ഷെ ABCDWന് ആകെ 10-15 പേര് മാത്രമേ അവരുടെ വെബ്സൈറ്റിൽ കയറി ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ABCDW നമ്മൾ കാശ് കൊടുത്താൽ മാത്രമാണ് അവർ ന്യൂസ് ഇടുള്ളൂ എന്ന് വിചാരിക്കുക. അതിലധികം ആൾക്കാർ വായിക്കാനുമില്ല. നമ്മളൊരു ബാക്ക് ലിങ്കിന് വേണ്ടി ചെയ്തതാണ്. മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. മോസ് എന്ന് പറയുന്ന കമ്പനി, MOZ എന്നാണ് കമ്പനിയുടെ പേര്, 0 മുതൽ 100 വരെ എത്തുന്ന ഒരു റാങ്കിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു SEO സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡൊമൈനിൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ പേജിൽ വരുന്നു, നിങ്ങളുടെ സാധനങ്ങൾ വായിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ പേജിന്റെ ഒരു ഫങ്ഷനാലിറ്റി കൂടി വരുന്നു. അങ്ങനെ വന്ന് നിങ്ങൾക്ക് ആ ഡൊമൈനിൽ ഒരു അതോറിറ്റി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ലിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ പെട്ടെന്ന് ടപ്പ് ചെയ്ത് ലിസ്റ്റായി വരികയും ചെയ്യും. എന്ത് നിങ്ങൾ എഴുതിയാലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഡൊമൈനിന്റെ കേസിൽ. അതല്ലാതെ പേജിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഓരോ പേജും എവിടെയാണ് ഇതുപോലെ ഈ ഒരു ഇൻഡെക്സ് സ്കോറിൽ എവിടെയാണ് റാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പേജ് അതോറിറ്റി. നമ്മളുടെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞു. ബോറിംഗ് എന്ന് പറയാൻ കാരണം ഇത് ടെർമിനോളജിയുടെ സെഷനാണ്. ഭയങ്കര തിയററ്റിക്കലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സെഷനാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ശരിക്കും രജിസ്റ്റർ ആവുള്ളൂ. പക്ഷേ ഈ ടേംസ് എല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. എന്തായാലും നിങ്ങളത് റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ DA PA ബാക്ക് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും വേണം. സോ അതുകൊണ്ട് ഈ ടെർമിനോളജീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒട്ടും പഠിക്കാണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടെർമിനോളജീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ DA ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ PA ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് DAയിൽ എവിടെ വെക്കാം, അല്ലെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ DA കിട്ടാൻ എത്ര നാൾ പിടിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളൊരു മറുപടി വേണം. അങ്ങനെ എന്തായാലും ചോദിക്കില്ല കേട്ടോ. DA PA ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കൂടുതലും ആളുകൾ ചോദിക്കുക ഓൺ പേജ് ഓഫ് പേജ് SEOനെ കുറിച്ച് ചോദിക്കും, ബാക്ക് ലിങ്ക്സിനെ കുറിച്ച് ചോദിക്കും, മെറ്റാ ടാഗ്സും മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്തതിനെ കുറിച്ച്. അതൊക്കെയാണ് കൂടുതൽ വരിക. വളരെ യൂട്ടോപ്യൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞോളാം. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിലോ, നമ്മൾ പകുതിയിൽ നിന്ന് നമ്മൾ അവസാനം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ കമന്റ് ഡൗൺ കീവേഡ് ഡെൻസിറ്റി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നൊരു അസൈൻമെന്റ് ഉണ്ട്. അസൈൻമെന്റ് ഇത്രയേ ഉള്ളൂ. 2 വെബ്സൈറ്റ്, റാങ്ക് മാത്ത് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും സ്പൈ ഫ്ലൂ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. രണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ 2 സ്ഥലത്ത് നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കീവേഡ് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഇൻ കേരള, അല്ലെങ്കിൽ ബെസ്റ്റ് SEO സർവീസ് ഇൻഡസ്ട്രി ഇൻ കേരള എന്നൊക്കെ അടിച്ചു കൊടുക്കുക. കേരളന്നോ അല്ലെങ്കിൽ ഇന്ത്യന്നോ അല്ലെങ്കിൽ ജസ്റ്റ് സർവീസ് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട് വരുന്ന ഫസ്റ്റ് പേജ് വെബ്സൈറ്റും അത് 15th പേജ് വെബ്സൈറ്റും ഈ 2 സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. റാങ്ക് മാത്ത് കുറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള ഈ മെറ്റാ ടാഗ്, മിനിമൈസേഷൻസ്, ഓൺ പേജ് SEO, HTML പോലുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. സ്പൈ ഫ്ലൂ നിങ്ങൾക്ക് കീവേഡിന്റെ ഡീറ്റെയിൽസ് തരും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്തു എന്ന് എന്നെ കമന്റ് ബോക്സിൽ പറഞ്ഞറിയിക്കണം. എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ. ഇതൊരു ബോറിംഗ് സെഷൻ ആയിരുന്നു, എനിക്കറിയാം. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻസ് അടുത്തതിൽ വരും. കാരണം SEO എന്ന് പറയുന്നത് ഈ ടെർമിനോളജീസ് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.